നോക്കൂ, ED എന്ന ഏജൻസി ഇന്ത്യയിൽ 1% പോലും കേസ് തെളിയിക്കാൻ പറ്റാത്ത ഒരു ഏജൻസി. ഈ ഏജൻസിയെ നമ്മളുടെ ടാക്സുകളൊക്കെ കൊടുത്ത് ഇതുപോലൊരു ഏജൻസിയെ വളർത്തിക്കൊണ്ട് വരണോ? ഈ ഏജൻസിയെ കൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് ഇന്ത്യയിലെ ഒരു ജനം എന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഈ അടുത്ത കാലത്ത് നടന്ന നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുമായിട്ടുള്ള വിഷയം, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കേണ്ട ഒരു വിഷയം, CBI അന്വേഷണം നടത്തേണ്ട ഒരു വിഷയത്തെയാണ് അവർ ലഘൂകരിച്ച് നിഷ്പക്ഷമായ ഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിൽ. നോക്കൂ, ദില്ലിയിൽ 15 വർഷത്തോളം തുടർച്ചയായി അധികാരത്തിലിരുന്ന ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി നീണ്ട 3.5 മാസങ്ങൾക്ക് ശേഷം ജയിൽവാസം കഴിഞ്ഞ് അദ്ദേഹം നിരപരാധിയായി കോടതി വിധിച്ച് പുറത്തേക്ക് വരുമ്പോൾ BJP അധികാരത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. EDയെ ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചതിന് ശേഷം BJP അധികാരത്തിലെത്തിയ കഥ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നുമല്ല കേട്ടോ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് കേട്ടോ. നീണ്ട 50 മണിക്കൂർ EDയുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകേണ്ടി വന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് അദ്ദേഹത്തിന്. പക്ഷേ EDയെ കുറിച്ച് യാതൊരു എതിരഭിപ്രായവുമില്ല കേട്ടോ. ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. എന്തുകൊണ്ട് സ്റ്റാലിനെ ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മമതാ ബാനർജിയെ ചോദ്യം ചെയ്യുന്നില്ല? ഇന്ത്യ മുന്നണിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോളിസി ഇത് മാത്രമാണ്. സ്വന്തം കുടുംബത്തിന്റെ താല്പര്യം മാത്രം നിലനിർത്തുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം മാത്രമാണ്. അതേസമയം അങ്ങ് ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കന്മാരുടെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് ഇതായിരുന്നില്ല കേട്ടോ. EDയെ കുറിച്ച് അന്നും എതിരഭിപ്രായം തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്. കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ കുടുംബത്തിന്റെ നിലനിൽപ്പല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തെളിയിക്കുന്ന പല വിഷയങ്ങളും ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. നോക്കൂ, EDയുടെ ഈ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലിനെ ഇന്ത്യയിലെ പ്രശസ്തരായ പല നേതാക്കളും അപലപിച്ചപ്പോഴും രാഹുൽ ഗാന്ധി എന്ന മഹാനുണ്ടല്ലോ, സ്വന്തം കുടുംബത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആ മഹാനുണ്ടല്ലോ, ഇന്ത്യ മുന്നണിയുടെ ആ മഹാനുണ്ടല്ലോ, അദ്ദേഹം ഇതുവരെ ഒരു വാക്ക് പോലും പ്രതികരിച്ചിട്ടില്ല കേട്ടോ. കാരണം രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും BJPയുടെ പാളയത്തിൽ എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ്.